മഹാത്മാഗാന്ധിയുടെ ചിത്രം നോട്ടുകളിൽ നിന്നും മാറ്റാൻ പോവുകയാണെന്ന് ഒരു കിംവദന്തി കേട്ടു. നിങ്ങളും കേട്ട് കാണുമല്ലോ. ഒന്നാമത്തെ കാര്യം, മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണോ? ഔദ്യോഗികമായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. നമ്മളെല്ലാവരും മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണ് എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രം നോട്ടുകളിൽ നിന്നും മാറ്റണം എന്നൊരഭിപ്രായം എനിക്കില്ല. പക്ഷേ മറ്റൊരഭിപ്രായമുണ്ട്. മഹാത്മാഗാന്ധിയുടെ ചിത്രം മാത്രം പോരാ, മറ്റ് പല സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും നമ്മുടെ സംസ്കാരവും നമ്മുടെ വൈവിധ്യങ്ങളും ഒക്കെ കാണിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും നോട്ടുകളിൽ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിലെ മറ്റൊരു വസ്തുത എന്തെന്നാൽ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്നത്തെ കാലം മുതൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം നോട്ടുകളിൽ ഇല്ല എന്നുള്ളതാണ്. പലരും കരുതുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ അന്ന് തൊട്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് നോട്ടുകളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ അത് സത്യമല്ല. പക്ഷേ ഈ പലരും എന്ന് പറയുന്ന കൂട്ടത്തിൽ അറിയാവുന്നവരുമുണ്ട്, അറിയാമെങ്കിൽ പോലും അറിയില്ല എന്ന് നടിക്കുന്ന ചിലരുമുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അവർക്കും കാര്യം അറിയാം. 1947-49 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് രാജാവിൻ്റെ ചിത്രത്തിന് പകരം അവിടെ നൽകിയത് അശോകസ്തംഭമായിരുന്നു. 1948 ഗാന്ധിജി അന്തരിച്ചെങ്കിലും അക്കാലത്തെ നോട്ടുകളിലൊന്നും ഗാന്ധിജിയുടെ ചിത്രം ഉൾപ്പെടുത്തിയിരുന്നില്ല. 1969 അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം ആദ്യമായിട്ട് നോട്ടുകളിൽ വരുന്നത്. നോട്ടുകളിൽ ഗാന്ധിജിയുടെ ചിത്രം സ്ഥിരമാക്കിയത് 1996 മുതലാണ്. അതായത് ഏകദേശം ഒരു 29 വർഷം മുമ്പ്. ഗാന്ധിജിയുടെ ചിത്രം നോട്ടിൽ വരുന്നതിന് മുമ്പും ഗാന്ധിജിയുടെ ചിത്രം വന്നതിന് ശേഷവും ആ കൂട്ടത്തിൽ മറ്റു പല ചിത്രങ്ങളും നോട്ടുകളിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, കൊണാർക്ക് ചക്രം, കടുവ 80കളിലെ 2 രൂപ നോട്ടുകളിൽ, ആര്യഭട്ട ഉപഗ്രഹം പഴയ 2 രൂപ നോട്ടുകളിൽ, കാർഷിക മേഖല ട്രാക്ടർ ഉപയോഗിക്കുന്ന കർഷകൻ 5 രൂപ നോട്ടിൽ, തഞ്ചാവൂർ ക്ഷേത്രം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, മൗണ്ട് എവറസ്റ്റ്, ഇവയെല്ലാം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഈ 5 രൂപ നോട്ടിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ. കാരണം ഈ 5 രൂപ നോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പുതിയ 5 രൂപ നോട്ടൊക്കെ കിട്ടുവാണെങ്കിൽ അതിങ്ങനെ ബുക്കിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ വെക്കാനായിട്ടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ഇനി എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം മാത്രം പോരാ, അതിൻ്റെ ഒപ്പം തന്നെ സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രം കൂടെ നോട്ടുകളിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സുഭാഷ് ചന്ദ്രബോസ്. കാരണം സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള മുന്നിൽ നിന്ന് പോരാടിയത് കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. ഗാന്ധിജിയുടെ പങ്ക് ഇതിനകത്ത് ചെറുതാണ്, അല്ലെങ്കിൽ ഗാന്ധിജി ഇതിനകത്ത് പങ്ക് വഹിച്ചിട്ടില്ല എന്നൊന്നും അർത്ഥമാക്കരുത്. എനിക്ക് വ്യക്തിപരമായിട്ട് സുഭാഷ് ചന്ദ്രബോസിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെ ഒരു ശത്രു, നമ്മുടെ നാശം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശത്രു, ആ ശത്രുവിനെ തുരത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ മുമ്പിൽ പോയി പട്ടിണി കിടന്ന് കാണിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും ഇവിടുന്ന് പോകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയാൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. മറിച്ച് അയാളെ തുരത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല്ല് നഖം ഉപയോഗിച്ച് തിരിച്ചാക്രമിക്കുക തന്നെ വേണം. അല്ലാതെ കണ്ട അഹിംസയാണെന്നും പറഞ്ഞിരുന്നാലൊന്നും നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ അതിനെ കുറച്ച് കാണുകയല്ല, എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. ഗാന്ധിജിയുടെ ചിത്രം മാത്രമല്ല, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ ആൾക്കാരുടെ ചിത്രങ്ങളും, പിന്നെ കൂടാതെ നമ്മളുടെ ഇന്ത്യയുടെ സംസ്കാരങ്ങളും വൈവിധ്യങ്ങളും വിളിച്ചോതുന്ന തരത്തിലുള്ള ചിത്രങ്ങളും വേണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? കമൻറ്റുകൾ രേഖപ്പെടുത്തുക.